ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വരുന്ന വീഡിയോ. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് 2010 മോഡൽ സ്വിഫ്റ്റ് VXi ആണ്. ഇത് നമ്മുടെ തന്നെ വണ്ടിയാണ്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. ശരിക്കും ഞാനിന്ന് വണ്ടി കഴുകാൻ പോകായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഡിയൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വണ്ടി കഴുകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു POV ഷോട്ട്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ചെറിയ കുറച്ച് എൻ്റെ ഡീറ്റെയിൽസ്, കാരണം 2010 തൊട്ട് നമ്മളോട് ഉണ്ടല്ലോ, അപ്പം ഇതിൻ്റെ മെയിൻ്റനൻസ് പരമായിട്ടും എങ്ങനെയുണ്ട് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, കംപ്ലീറ്റ്ലി സ്റ്റോക്ക് വാഹനമാണ്. ഞാനിതിൽ അങ്ങനെ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അലോയ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. സോ വെൽക്കം ബാക്ക്. Touch, let me show you devotion. Let me light you up. I just wanna show you the dance of my love. Let me enter your ocean. Are we in your love? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലം തന്നെയാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു POV ഷോട്ട്സ് ആയിട്ട് നമ്മൾ വെളിയിൽ കൊണ്ടു പോകാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീനിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ കൂട്ടത്തിലൊരു വീഡിയോയും കൂടെ. അപ്പോൾ ഈ വാഹനം വരുന്നതെന്ന് പറയുമ്പം ഞാൻ സ്കൂളിൽ ഒരു 9-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇതേപോലെ ഒരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മുടെ കത്തിക്കേറിയിരിക്കുന്ന സമയമാണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ലെവലിൽ നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളും എല്ലാം വന്ന്, ഇപ്പോൾ സെയിൽസ് ഇല്ലെന്നല്ല, ഇപ്പോഴും സ്വിഫ്റ്റിന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നും ഇതേപോലെ തന്നെ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സ്വിഫ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലും അതേപോലെ തന്നെ ഓക്കെ നമുക്ക് സ്വിഫ്റ്റ് നോക്കാമെന്നുള്ള ഇതായി, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ പിന്നെ സ്വിഫ്റ്റിനെ കളർ ചെയ്തെടുക്കുന്നതായിരുന്നു. കളറ് എനിക്കറിയില്ല, എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര വൈറ്റിനോടായിരുന്നു കൂടുതലും ക്രേസ്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ ഇത് ഡിസ്കസ് ചെയ്തിട്ടാണ് വൈറ്റ് എടുക്കുന്നത്. അപ്പം ഈ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുമ്പോൾ, ഈ വണ്ടി എനിക്കുള്ള കണക്ഷൻ മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി പഠിക്കുന്ന ഇതിലാണ്. ഞാൻ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടല്ല വണ്ടി പഠിക്കുന്നത്, ഞാൻ ഇതിലാണ് വണ്ടി പഠിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും എൻ്റെ കൈ തെളിഞ്ഞതും എല്ലാം ഈ വണ്ടിയിലാണ്. അപ്പോൾ ഈ വണ്ടി ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പം, നമുക്കിപ്പോൾ ഈ സ്ഥലം തന്നെ കാണുന്നില്ല, ഇവിടെ അന്നിങ്ങനെ അല്ലായിരുന്നു. അന്നൊരു പഴയ രീതിയായിരുന്നു. ഇവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കൺജസ്റ്റഡ് ഏരിയ ആയിരുന്നു. അപ്പം അന്ന് നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് എടുക്കുക, ഫ്രണ്ടിലോട്ട് പോവുക, റിവേഴ്സ് എടുക്കുക, ഫ്രണ്ടിലോട്ട് പോവുക, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡ്രൈവിങ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ വണ്ടി റിവേഴ്സ് എടുത്ത് ഇങ്ങോട്ട് വളച്ചു, പിന്നെയും റിവേഴ്സ് എടുത്തു, പിന്നെയും ഫ്രണ്ടിലോട്ട് പോയി, ഇങ്ങനെ പാർക്ക് ചെയ്തു. അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് അച്ഛൻ തിരിച്ചറിയുന്നത് ഞാൻ വണ്ടി എടുക്കാറുണ്ടെന്നും വണ്ടി ഞാൻ തിരിച്ചിടാറുണ്ടെന്നും. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ വണ്ടി എടുത്ത് തിരിച്ചിട്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ റോഡിൽ പോയിട്ടല്ല, അന്ന് ഇവിടെ വളയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, നീ റോഡിൽ പോയിട്ടല്ലേ നീ തിരിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, റോഡിൽ പോയിട്ടില്ല. ഇപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ സീനാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ റോഡിൽ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഇട്ട് വളച്ചേൻ. അപ്പം അന്ന് എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒന്നുകൂടെ കാണിച്ചു തരാൻ പറഞ്ഞു. അന്ന് ഞാൻ പിന്നെ ഇറങ്ങി വന്ന് നേരെ ഇവിടെ ഇട്ട് തന്നെ ഞാൻ വളച്ചകത്ത് കയറ്റിയപ്പോൾ പുള്ളിക്ക് എന്നോട് മനസ്സിലായി എനിക്ക് വണ്ടി ഓടിക്കാൻ അത്യാവശ്യം അറിയാവുന്ന, കാരണം വണ്ടി നിന്നൊന്നും പോകുന്നില്ല, ഇവിടെ ഇട്ട് വളയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. അപ്പം അന്ന് എന്നെ അംഗീകരിച്ചു. എന്നോട് പറഞ്ഞു വെല്ലൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കയറ്റത്തോട് തിരിച്ചിറക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പെയ്യെ നമ്മൾ ലൈസൻസ് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്ത്, അങ്ങനെയാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേഗം കഴുകാം, അത് എൻ്റെ പെയ്യെ വെളിട്ട് പോകാം. ഇനിയും കുറച്ച് ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നോർമൽ ആ സമയത്ത് വന്നിരുന്ന സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് ഇപ്പോഴും വണ്ടിക്കകത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ LED കാര്യങ്ങളൊന്നുമല്ല, നോർമൽ സ്റ്റോക്ക് ലൈറ്റ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അന്ന് ഫോഗ് ലൈറ്റ് വന്നിരുന്നു, ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ചുകൂടെ വൃത്തിയാവാനുണ്ട്. ഫോഗ് ലൈറ്റും കാര്യങ്ങളും. ഫ്രണ്ടിൽ നിന്നൊരു ഗ്രില്ല്, അന്നത്തെ ഐക്കോണിക് ഗ്രില്ലായിരുന്നു. ഈ ഗ്രില്ലിന് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഈ ഗ്രില്ലിനോട് തന്നെ താല്പര്യം. അപ്പം ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. ഞാൻ ഡീക്രോം പോലും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റോക്ക് വരുന്ന അന്ന് മിറേഴ്സ് VXiക്ക് ഇത് തന്നെയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഡോർ ഹാൻഡിൽസും ഇതെല്ലാം വണ്ടിയുടെ പെയിൻറ്റിനോട് സെയിമായിട്ട് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു ആൻറ്റിന വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് മൊത്തം ബ്ലാക്ക് ഔട്ടാണ്. അതായത് വണ്ടി കാണാൻ അഗ്രസീവ് ലുക്കായിരുന്നു. എനിക്ക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റാലി കാർ എന്നുള്ള ആ ഒരു മീൻസ് എൻ്റെ തലയിൽ പിടിച്ചിരുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ കിടക്കുന്നത് 40 ഇഞ്ച് വീൽസാണ്. ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചിട്ടതാണ്. അന്ന് അലോയ്സും കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരുന്നില്ല. വാട്ടർ വരാൻ വേണ്ടി 2 ലിഡ് ഓപ്പണിങ് ഇവിടെ വരുന്നുണ്ട്.
ഒരു കംപ്ലീറ്റ്ലി ഒരു അത്രയും വൈഡാണെന്ന് ചോദിച്ചാൽ വൈഡല്ല, എന്നാലും അത്യാവശ്യത്തിന് വൈഡായിട്ടൊരു ബോണറ്റാണ് വരുന്നത്. ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ അറിയാൻ പറ്റും, ബിൽഡിംഗ് ക്വാളിറ്റി അറിയാൻ പറ്റും, പഴയ സ്വിഫ്റ്റിൻ്റെ എന്താണ് ബിൽഡിംഗ് ക്വാളിറ്റി എന്ന്. ഇപ്പോഴത്തെ സ്വിഫ്റ്റൊക്കെ ലൈറ്റായിട്ട് പോക്കാം, പക്ഷേ ഇത് ഹെവിയറാണ്. സൈഡിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ്, അന്ന് വന്നിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇതാണ്. ഇത് മാറ്റണം, അന്ന് സ്റ്റോക്ക് വന്നിരുന്ന് അതേ ഇൻഡിക്കേറ്റർ ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മഞ്ഞ കളറ്. നമുക്കിപ്പോൾ വണ്ടിക്ക് ടെസ്റ്റായി, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇനിയൊന്ന് മോഡിഫൈ അല്ല, ഒരു സ്റ്റോക്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ട് വേണം ടെസ്റ്റിന് കൊണ്ടുപോകാൻ. ബാക്ക് സൈഡിൽ ഞങ്ങൾ കാണിച്ചു തരാം, വണ്ടി ഒന്ന് ബാക്കി കൊണ്ട് കഴിയിട്ട്. കാറ് ആസിഡ്സ് കണ്ടീഷൻ അന്ന് എങ്ങനെ കിട്ടിയോ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും OEM മോഡ്സിനോട് തന്നെയാണ് താല്പര്യം, അതുകൊണ്ട് OEM ആയിട്ട് തന്നെ ഇപ്പോഴും വെച്ചേക്കുന്നത്. അന്ന് ഈ വണ്ടിയിൽ എന്തൊക്കെ വന്നിരുന്നോ അത് ഇപ്പോഴും ഈ വണ്ടിയിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് ഓടിക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് ആ ഒരു 2010 നമ്മൾ ഓടിക്കുന്ന ആ അതേ ഫീലാണ് ഇപ്പോഴും കിട്ടുന്നത്. 2010 സമയത്ത് സ്വിഫ്റ്റിൻ്റെ ഓളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ പോളോ ഇതെല്ലാം ഓളം ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ ഒരു 4 ഇരട്ടിയായിരുന്നു സ്വിഫ്റ്റിൻ്റെ ഇത്. കാരണം ഇപ്പോഴും സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റിന് പകരം സ്വിഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മീൻസ് ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണല്ലോ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഫാനായത്. ഇന്നും ഇത് ഓടിക്കുമ്പോഴും എനിക്ക് ആ ഒരു പഴയ വൈബും ആ പഴയ ഫീലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവറിന് പവർ, കോമ്പാക്റ്റിന് കോമ്പാക്റ്റ്, കൊണ്ട് നടക്കാനുള്ള സുഖം, അത് 100% ജെനുവിൻലി കിട്ടുന്നൊരു വണ്ടിയാണ് സ്വിഫ്റ്റ്. ബാക്ക് സൈഡിലും കംപ്ലീറ്റ്ലി സ്റ്റോക്ക് തന്നെയാണ്. ഇതാ പഴയ OEM വരുന്ന അതേ ടെയിൽ ലാമ്പും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ ഒരു മേജർ ഫാക്ടർ അത് ഞാൻ അകത്ത് കയറുമ്പം പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടുന്നൊരു ഫാക്ടർ ഈ വണ്ടിയുടെ. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നത് ഞെട്ടുമെന്നാണ് തോന്നുന്നത്. ആ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ അകത്ത് കയറുമ്പോൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് നൈസായിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഒരു വാഷ് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ലുക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് നമ്മൾ നോർമൽ യൂസിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലൊന്ന് കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ കീയും കാര്യങ്ങളും വരുന്നത്. സുസുക്കിയുടെ ഒരു ലോഗോ ഉണ്ട്, നമ്മുടെ പഴയ 2010 സ്വിഫ്റ്റ്. അപ്പം ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കും. നമുക്ക് ചെറിയൊരു POV ഡ്രൈവ് ഷോട്ടിന് പോവാം. അതിന് മുന്നേ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബോണ്ട് തുറക്കാനുള്ള സ്വിച്ച് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ബൂട്ട് സ്പേസും പെട്രോൾ ടാങ്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഞാൻ മാറ്റ് ഇട്ടിട്ടില്ല, മാറ്റ് നമ്മളവിടെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇനി മാറ്റ് എടുത്ത് അകത്തിടണം. കുറച്ച് വാഷ് ചെയ്തെങ്കിലും ഞാൻ അകത്തധികം വാഷ് ചെയ്തിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ 1.2 ലിറ്റർ K12M എൻജിൻ വരുന്നത്. എയർ ഫിൽറ്ററും കാര്യങ്ങളും കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്, നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. ഇതാണിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഡ്രൈവ് റിവ്യൂവും കാര്യങ്ങളും പോവാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഭയങ്കര മിനിമലിസ്റ്റിക്കാണ്. ഇപ്പോഴത്തെ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫീച്ചറും കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഈ VXi മോഡലിന് ഇങ്ങനത്തെ സെയിം സ്റ്റിയറിംഗ് വീലാണ്, നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല. പക്ഷേ ഇത്ര വർഷമായിട്ട് പോലും അതിൻ്റെ ഒരു ക്വാളിറ്റിക്കൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ എല്ലാം അത്യാവശ്യം ഹാർഡ് പ്ലാസ്റ്റിക്സ് തന്നെയാണ് വരുന്നത്. ബോണറ്റ് സ്പേസ്
ഇത് കുറച്ച് ഒന്ന് ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട്, എന്തോ പറ്റിയതാണ്. ഇവിടെ AC വെൻസും കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ അന്ന് വെച്ച സ്റ്റീരിയോ ആണ്, നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല. ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീറിയും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ട്. പക്ഷേ എപ്പോഴും ആ പഴയ ഒരു ഓർമ്മയ്ക്ക് ഇത് തന്നെ വെച്ച് നമ്മൾ FM ഒക്കെ കേട്ടോണ്ടാണ് പോകുന്നത്. പിന്നെ ക്വാളിറ്റി, നിങ്ങളുടെ സൗണ്ടിൻ്റെ ക്വാളിറ്റി വേണമെങ്കിൽ ഇതാണ് അതിൻ്റെ ക്വാളിറ്റി വരുന്നത്. പിന്നെ ഇവിടെ ബേസിക്സ് ആയിട്ടുള്ള AC-യുടെ കൺട്രോൾസും കാര്യങ്ങളും ലെവലിങ്ങും നമുക്ക് എവിടെ വേണം AC എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ചെറിയ 2 സ്റ്റോറേജ് വരുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ മാനുവൽ ഗിയറാണ് വരുന്നത്, ഹാൻഡ് ബ്രേക്ക്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫോഗ് ലൈറ്റിന് സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റർ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല. ഇത് പിന്നെ ഒരു AC വെൻ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടോട്ട് നോക്കുമ്പോൾ തന്നെ സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്ററിലോട്ട് നോക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് ഫ്രഷ് ആസ് ന്യൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ നമുക്കിവിടെ നേരെ ഫ്യൂവലിൻ്റെ മീറ്ററും കാര്യങ്ങളും ഉണ്ട്, സ്പീഡോമീറ്റർ. ബാക്കി ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഇത്രയുമാണ് സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഉണ്ടോ അരിറില്ലാത്ത സംഭവമാണ്, ഇവിടെ മിററും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ ജെനുവിനിലുള്ള സംഭവം പഴയ നമ്മുടെ നോർമൽ മിറേഴ്സും കാര്യങ്ങളും. ബാക്സിലേക്ക് വരുമ്പോൾ 2 സൈഡിലും ഹെഡ് റെസ്റ്റ് ഉണ്ട്, നടുക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. അത്യാവശ്യം ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ചെറിയ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളൊന്നുമില്ല. സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പുറകിൽ ഇവിടെ കൺട്രോൾസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ സംഭവം. പിന്നെ ഹെഡ് റെസ്റ്റ് 2 ഉള്ളൂ, 3 പേർക്കില്ല, നടുക്കുള്ള ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെയാണ് ബാക്കിൽ നിന്നുള്ള വിഷ്വൽസ്. ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്, അതിനകത്തിൽ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതാണ് ബേസിക്കലി ഉള്ള ക്ലസ്റ്ററിനകത്ത് വരുന്ന സംഭവങ്ങൾ. ഓണാക്കുമ്പോൾ അതെല്ലാം പൊക്കോളും. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നു. കംപ്ലീറ്റ്ലി വി ആർ വർക്കിംഗ് ഫൈൻ. ഇനി നമുക്ക് വേറെ റൈഡ് പോവാം. AC-ക്ക് ഒരു ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ വൈബ്രേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് സ്മൂത്താണ്. പറയുവാണെങ്കിൽ ഇതിനങ്ങനെ മെയിൻ്റെനൻസ് പരമായിട്ട് ഞാൻ ഒരു വട്ടം ക്ലച്ച് മാറിയിട്ടുണ്ട്, പിന്നെ സ്റ്റഡ്സ് മാറിയിട്ടുണ്ട്. പിന്നെ നോർമലി ജനറലി നമുക്ക് വണ്ടിക്ക് ഇത്ര സർവീസ് കഴിയുമ്പോഴത്തേക്ക് ചെയ്യേണ്ട ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പഴയ 2010 ഒരു വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലാണ് ഇപ്പോഴും കിട്ടുന്നത്. അന്ന് ഞാൻ ഈ വണ്ടി എടുത്ത് ഫസ്റ്റ് ഓടിക്കാൻ തുടങ്ങിയപ്പം ഉള്ള ആ സെയിം ഫീൽ അല്ല. 2010 വണ്ടി എപ്പോൾ ഓടിച്ചാലും 2010 വണ്ടി പോലെ തന്നെയാണ്. അതല്ല, ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് ഓടിക്കത്തില്ലേ, നമ്മളൊരു വണ്ടി ഫസ്റ്റ് ടൈം ഒരു വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലില്ലേ, ആ സെയിം എക്സ്പീരിയൻസ് ഇത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നത്. ഈ വണ്ടിയായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഞാൻ ഈ ഫസ്റ്റ് വണ്ടി പഠിക്കുന്നതും ഈ വണ്ടിയെ കൊണ്ട് നടക്കുന്നതും. പിന്നെ ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒതുങ്ങിയേക്കുന്നൊരു വണ്ടിയാണ്, ബാക്കിയുള്ള വണ്ടികൾ പോലെയല്ല. ഈ വണ്ടി ഇതിൻ്റെ മുക്കും മൂലയൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് എവിടൊക്കെയാണ് എന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ അങ്ങനൊരു വണ്ടി എല്ലാ ഡയറക്ഷൻ നോക്കുമ്പോൾ. പിന്നെ ഇത് ഓടിക്കുമ്പം ഇപ്പോഴത്തെ വണ്ടികൾ വെച്ച് ഓടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങളിനകത്തില്ലെങ്കിലും ഐ സ്റ്റിൽ എൻജോയ് ദ വൈബ്. ഇങ്ങനെ FM ഒക്കെ കേട്ടിട്ട് പയ്യെ ചില്ല് ചെയ്ത് നൈസായിട്ട് വണ്ടി റൈഡ് ചെയ്യും. ഇങ്ങനെയാണ് നോർമലി എൻ്റെ ഒരു ദിവസം ഈ വണ്ടി. കാരണം ഞാൻ മറ്റേ വണ്ടി എടുത്ത് അങ്ങനെ നടക്കാറില്ല. ഈ വണ്ടിയാണ് ഫുൾ ടൈം എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞാൻ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കംഫോർട്ട് സോണാണ് ഈ വണ്ടി. കാരണം എല്ലാവർക്കും കാണും ഒരു കംഫോർട്ട് സോൺ, എൻ്റെ കംഫോർട്ട് സോണാണ് ഈ വണ്ടി. കാരണം എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഭയങ്കര കോമ്പാക്റ്റുമാണ്, നമുക്ക് പവർ. ആ ഒരു ഇനിഷ്യൽ തോട്ട് പുള്ളി നമുക്ക് തരുന്നില്ലെങ്കിൽ പോലും പുള്ളി 80 അടിച്ച്, അതായത് നമ്മളെ അങ്ങോട്ട് വലിച്ചെടുത്തോണ്ട് പൊക്കോളൂ. ഒരിച്ചിരി ടോപ്പിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പുള്ളി നമുക്ക് മനസ്സിലാവും. പിന്നെ ഇങ്ങനെ കൊച്ചു വണ്ടി ആയതുകൊണ്ടും നമുക്കൊരു എൻ്റെ ചെറുപ്പത്തിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റാലി കാർ എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ. അപ്പോൾ ഞാൻ ഓടിക്കുമ്പോഴൊക്കെ റാലി കാർ ഓടിക്കുന്ന എന്നുള്ള ഫീലിലാണ് ഞാൻ ഓടിക്കുന്നത്. പിന്നെ പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ തന്നെയും അത്രയും ലൈറ്റൊന്നും അല്ല, നമുക്കറിയാമല്ലോ, ആ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ഈ വണ്ടി ഇപ്പോഴും ഈ ഒരു കണ്ടീഷനിൽ ഈ മൈൽഡായിട്ട് തന്നെ സൂക്ഷിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പുതുമയുണ്ട്. എക്സ്റ്റീരിയറിൽ കുറച്ച് തട്ടുംപാടൊക്കെ ഉണ്ട്, അത് നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടു കാണും. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി വർക്കിംഗ് ഫൈനാണ്. ഒരു 10, 13, 14 മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ മര്യാദയ്ക്ക് ഓടിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ സൈലൻസർ ഇടയ്ക്ക് ഞാനൊന്ന് മാറിയായിരുന്നു, അത് തുരുമ്പിക്കുന്ന ഇഷ്യൂ ഉണ്ട്.
അത് തുരുമ്പിച്ചപ്പോൾ ഞാൻ അത് നൈസായിട്ടൊന്ന് മാറിയായിരുന്നു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ അങ്ങനത്തെ എൻജിൻ പണികളോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഭയങ്കര റിലയബിളായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ നിങ്ങളിപ്പോൾ ചോദിക്കും അതിന് വേണ്ടിയുള്ള ഓട്ടോ ഒന്നും ഓടിയിട്ടില്ലല്ലോ. ശരിയാ, അതിന് വേണ്ടിയുള്ള ഓട്ടോ ഓടിയിട്ടില്ല. കാരണം ഒത്തിരി അങ്ങനെ ഇതായിട്ടില്ല. ഇപ്പോഴാണ് കൂടുതലും ഞാൻ ഓടിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തവും ഇതെല്ലാം വർക്കും എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൂടുതലും കാർ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഞാൻ എൻ്റെ വീഡിയോസ് തുടക്കം തൊട്ടേ കാണുന്നവരോട് ഞാൻ പറയാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബൈക്കറായിരുന്നു, ബൈക്കർ കൺവേർട്ടഡ് ടു കാർ ഗൈ. അപ്പം ഇനി കൂടുതലും ഞാൻ ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത്. ഇപ്പോഴാണ് കാറുകളിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഇങ്ങനെ ഇതേ കയറുമ്പോഴൊക്കെ ഒരു ശബ്ദമൊക്കെ കേട്ടില്ല, അതൊക്കെ ഇതിനെ ഉള്ളത് തന്നെയാണ്. റോയാണ് വണ്ടി, അതായത് റോ പവറും തരുന്നുണ്ട്. വണ്ടി ഭയങ്കര റോ ഫീലിംഗ് ആണ്. ഒരു വൈകിട്ടൊരു ചായ പിടിക്കാനൊക്കെ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടിയാണിത്. കാരണം ഞങ്ങളുടെ എല്ലാ ദിവസവും ഇപ്പോൾ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എല്ലാ ദിവസത്തെയും വൈകുന്നേരങ്ങളിൽ ഒന്ന് വെളിയിൽ ചായ പിടിക്കാൻ ഇറങ്ങുമ്പം ഞങ്ങൾ മാക്സിമം ഇതിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇതിൽ പോകുന്ന സുഖം വേറെ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല. ഇത് ചെറുതായിട്ടൊക്കെ ഒരു മോഡിഫൈ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റീടെസ്റ്റിൻ്റെ സംഭവങ്ങൾ വന്നേക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോക്കായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ ടെസ്റ്റ് എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ കമൻറ്റ് ഡൗൺ എന്തൊക്കെ നമുക്ക് ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് സ്വിഫ്റ്റിനകത്ത്. അങ്ങനെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ എങ്ങനെ ഒരു ഭയങ്കര വലിയ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത്രയും കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒതുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പുള്ളും ഇതിൻ്റെ ഇനിഷ്യൽ ആക്സലറേഷനും ഒക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വണ്ടികളുടെ ഏതെങ്കിലുമൊക്കെ റിവ്യൂസോ എൻ്റെ അഭിപ്രായങ്ങളോ വലിയ മെയിൻ്റനൻസിൻ്റെ പരിപാടി പറഞ്ഞില്ലായിരുന്നു ഞാൻ. വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല, സർവീസൊക്കെ നോർമൽ കോസ്റ്റ് തന്നെയാണ്. ഇപ്പോഴും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി കിട്ടി ഇപ്പോഴും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഏത് തിരക്കിൻ്റെ ഇടയിലും കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. കൊച്ചു വണ്ടിയാണ്, പവർ തരികയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെയാണ്, അതായതുകൊണ്ട് നിങ്ങൾ മറ്റേ കുടംകൊല്ലി പവറൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നെയുടെ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് AC ഒക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് ചില്ലടിച്ച് പോകാൻ പറ്റിയൊരു വണ്ടി. അപ്പം നിങ്ങൾ കമൻറ്റ് ഡൗൺ ഇനി ഏതെങ്കിലും വണ്ടികളുടെ റിവ്യൂ, എൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഐ വിൽ ട്രൈ. ചാടി പോകുന്ന കാര്യം വെച്ച് നോക്കിയാൽ. അപ്പോൾ നമ്മുടെ ഡ്രൈ റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം കുറച്ച് ഫണ്ണായിരുന്നെന്ന് തോന്നുന്നു. ആ പൂപ്പം പേടിച്ചിട്ട് ഇതുവഴി പോയിട്ടുണ്ട്, സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഗോപി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറേ നേരമായിട്ട് വണ്ടീനെ പറ്റി തള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബോറടിച്ചതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇവനോട് തന്നെ ചോദിക്കാം. താങ്ക്സ്. എങ്ങനെയുണ്ട് നിനക്ക് ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും? ഇത് ഫസ്റ്റ് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ഓർമ്മകൾ വളരെ മറക്കാൻ പറ്റാത്തവയാണ്. ഞാൻ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടത്. എനിക്ക് ഈ വണ്ടി ഇതിൻ്റെ ഓണറിനെ കൊണ്ട് ഞാൻ തള്ളിച്ച ദിവസമാണത്. ഇത്രയും നിങ്ങൾ വണ്ടിയുടെ തള്ളല്ല കേട്ടത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ ഇവരോട് പറയാം എന്ത് സ്മൂത്തറ ഗിയർ, എന്ത് സ്മൂത്തറ ക്ലച്ച്, വണ്ടി അടിപൊളി എന്ന് പറഞ്ഞ കൂടെ നാക്കെടുത്ത് ഞാൻ ആക്സിലേറ്റർ കൊടുത്തു, നിന്നു. വണ്ടി എന്തോ ഒരു മിസ്സിങ്, അവർ എന്തുവാണ് മിസ്സിങ്, ഇവിടെ മിസ്സിങ് എന്ന് വരുന്നത് ചുമ്മാ നീ ഒന്ന് കാലം എടുത്ത് എന്ന് പറഞ്ഞ റോഡിന് നടുക്ക് അങ്ങ് നിന്നു. പിന്നെ സംഭവിച്ചത് ഒരു 1/2 കിലോമീറ്റർ അല്ല 3/4 കിലോമീറ്ററിനടുത്ത് എന്തോ ഭാഗ്യത്തിന് അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അക്ഷരം ഇറങ്ങി അങ്ങ് തള്ളി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണും നോക്കും, എന്ത് സംഭവം, നീ തള്ളു, നീ തള്ളണം. അങ്ങനെ അവനെ കൊണ്ട് തള്ളിച്ച് ഞങ്ങൾ പെട്രോൾ പമ്പിൽ ചെന്നു. ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും വരുന്നത്. വണ്ടി നൈസാണ്. ഇത് മോഡിഫൈ ചെയ്ത് അടിപൊളിയായിരിക്കും. മോഡിഫൈ ചെയ്ത പ്ലാൻ വല്ലതും ഉണ്ടോ? ടെസ്റ്റ് ഈ വർഷമാണോ? അത് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്ത് അടിപൊളി. കാരണം എൻജിൻ വൈസ് വണ്ടി പൊളിയാണ്. വേറെ ഒരു ഇതുമില്ല, മെക്കാനിക്കൽ സൈഡ് ഒന്നുമില്ല. പക്ഷേ ലുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ കാലത്തിൻ്റെതായ പോരായ്മകൾ, പഴക്കങ്ങളും കാര്യങ്ങളും ജസ്റ്റ് നൈസായിട്ടൊന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ വണ്ടി നൈസാണ്. അതെ. അപ്പം അത്രയൊക്കെ ഉള്ളായിരുന്നു. ലൈക്ക് എൻ്റെ വണ്ടിയുടെ വീഡിയോ വേണം ചോദിക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാനായിരിക്കും.